നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയിരിക്കുന്നത് എലിസബത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ്. ബാലയുമായിട്ടുള്ള വിവാഹശേഷം തന്നെയാണ് എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയത്. കോകില, അമൃത സുരേഷ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി. പക്ഷെ ഇതൊന്നുമല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുന്നത്. എലിസബത്ത് ട്യൂബിട്ട്, അത് മൂക്കിൽ ട്യൂബിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അവിടെ വെച്ച് തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ പറ്റി ഒക്കെയുള്ള എലിസബത്തിന്റെ വെളിപ്പെടുത്തലുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. 2021 ഡോക്ടറായ തൃശൂർ സ്വദേശിനിയായ എലിസബത്ത് ഉദയനെ ബാല വിവാഹം കഴിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 2023 ഇരുവരും വേർപിരിഞ്ഞു. അതിനുശേഷം ബാലയ്ക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച് എലിസബത്ത് രംഗത്തെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു മുന്നേ തന്നെ ബാലയുടെ രണ്ടാം ഭാര്യയായ അമൃത സുരേഷ് പല ആരോപണങ്ങളും ബാലയ്ക്കെതിരെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ സംശയത്തിന് മുൾമുനയിൽ തന്നെയായിരുന്നു അമൃത. അത് സത്യമാണോ എന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എലിസബത്തും കൂടി മുന്നോട്ട് വന്നതോട് കൂടി ബാലയ്ക്കെതിരെയുള്ള ശക്തമായ തെളിവുകളാണ് ലഭിച്ചത്. ആ സമയത്ത് അമൃത ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരും അത് വിശ്വസിച്ചില്ല. അമൃത കള്ളം പറയുന്നു എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഇപ്പോൾ എലിസബത്തിന്റെ വെളിപ്പെടുത്തലുകളാണ് അതും ശരിയായിരുന്നു എന്ന് തോന്നാൻ കാരണം. മാത്രമല്ല, എലിസബത്തിന്റെ ഓരോ വീഡിയോയിലും ഭയമാകുന്നു, എനിക്ക് ഭീഷണിയുണ്ട്, ഞാൻ ഡിപ്രഷനിലാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പല വീഡിയോസും എലിസബത്ത് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വളരെ അന്ന് എലിസബത്തിന് പ്രേക്ഷകർ കൂടെ നിന്നു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെങ്കിൽ എലിസബത്തിനെ കാണാതാവുമ്പോഴൊക്കെ എലിസബത്ത് എവിടെ പോയി, എലിസബത്തിന് എപ്പോഴും പ്രേക്ഷകരും കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. ബാലയിൽ നിന്ന് താൻ നേരിട്ട ക്രൂരതകളെ കുറിച്ച് നിരവധി വീഡിയോകളിലൂടെയാണ് പങ്കുവെച്ചത്. പിന്നാലെ തനിക്ക് നിരന്തരം വധഭീഷണി ഉയർന്നുവെന്നും ഒക്കെ പറയുന്നു. പക്ഷെ ഇപ്പോഴിതാ ആ ഒരു വധഭീഷണിയും മാത്രമല്ല ഡിപ്രഷന്റെ അവസ്ഥ എല്ലാം കൂടി കൂട്ടി നമ്മൾ എല്ലാം കൂടി ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ എലിസബത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആശുപത്രി വാസത്തിന്റെ കാരണം പുറത്തേക്ക് വരികയാണ്. ആശുപത്രിയിൽ നിന്നും എലിസബത്ത് പങ്കുവെച്ച പുതിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. മൂക്കിൽ ട്യൂബ് ഇട്ട അവസ്ഥയിലാണ് വീഡിയോയിൽ എലിസബത്ത് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ എലിസബത്തിന്റെ ഈ വീഡിയോയ്ക്ക് പിന്നാലെ എന്ത് പറ്റിയെന്നാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ചോദ്യത്തിന് എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് കൃത്യമായ ഒരു മറുപടി എലിസബത്ത് നൽകുന്നില്ല. എന്തോ ഒരു ആ ഡിപ്രഷന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഭയം കൊണ്ടോ ആണോ, ഇനി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന് എലിസബത്ത് കൃത്യമായി ഓർമ്മയുണ്ട്. നേരത്തെ അമൃത സുരേഷ് ഇതേപോലെ ബാലയിൽ നിന്നും നേരിട്ട ക്രൂര പീഡനങ്ങൾ കാരണം ചോര തുപ്പി ഛർദ്ദിച്ചു. അതിനുശേഷം ഇപ്പോഴും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഒരു വർഷങ്ങൾക്ക് ശേഷം ഒരു സർജറി ഉണ്ടായിരുന്നു. അതൊക്കെ ബാലയിൽ നിന്നും നേരിട്ട ക്രൂരതയ്ക്ക് പിന്നാലെയുള്ള സംഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞ് കുറെ വാർത്തകളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു തുടർ ആണോ ഈ ഒരു ഇതൊന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും എലിസബത്ത് കുറെ കാര്യങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനൊരു അവസ്ഥയിൽ വീഡിയോ ചെയ്യാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റുന്നില്ല. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി ബാലയും കുടുംബവുമായിരിക്കും, അതിന്റെ പിന്നിൽ അയാൾ തന്നെ ആയിരിക്കുമെന്ന് എലിസബത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട്. മുൻ ഭർത്താവും അയാളുടെ കുടുംബവുമായിരിക്കുമെന്നാണ് എലിസബത്ത് ഫേസ്ബുക്കിൽ വീഡിയോയിൽ പറയുന്നത്. കുടുംബവും നേരത്തെയും പറഞ്ഞിട്ടുണ്ടാകും. മറ്റേ കരൾ രോഗവുമായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിൽ സംഭവിച്ച കാര്യങ്ങളും അമ്മയും ബാലയുടെ അമ്മയും മറ്റു കുടുംബാംഗങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ത്രീകൾ പരാതി നൽകിയാൽ നീതി ലഭിക്കുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും തന്റെ കാര്യത്തിൽ ഒന്നും നടന്നില്ല എന്നാണ് വളരെ ദയനീയതയോടെ എലിസബത്ത് പങ്കുവെക്കുന്ന ആ വീഡിയോയിൽ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാം വിളിച്ചു പറയുകയും മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ പരാതി നൽകുകയും ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല, ഒരു നടപടി എടുക്കുക പോലും ചെയ്തിട്ടില്ല എന്നാണ് എലിസബത്ത് പറയുന്നത്. അത് മാത്രമല്ല, താൻ മരിച്ചു കഴിഞ്ഞാലും തനിക്ക് നീതി ലഭിക്കുമെന്ന് ഇപ്പോഴും ഞാൻ കരുതുന്നില്ല. ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവെക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഒരുപാട് സത്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും എലിസബത്ത് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ആശുപത്രിയിൽ കിടക്കുകയാണെങ്കിലും തനിക്ക് എന്ത് പറ്റിയെന്നോ അല്ലെങ്കിൽ ഏത് ആശുപത്രിയിലാണെന്നോ എലിസബത്ത് ഇപ്പോഴും വ്യക്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ മരിക്കുന്നതിന് മുൻപെങ്കിലും എനിക്ക് നീതി കിട്ടുമോ എന്ന തലക്കെട്ടോടെയാണ് എലിസബത്ത് ആ വീഡിയോ പങ്കുവെച്ചത് തന്നെ. ഈ അവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എലിസബത്ത് ദയനീയതയോടെ പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കൂ, പണം വലിച്ചെടുക്കുന്ന കുളയട്ട എന്നൊക്കെ പറഞ്ഞ് പല ഭീഷണി വീഡിയോകൾ ചെയ്തും കൗണ്ടർ കേസുകൾ നൽകിയും അവർ എന്നെ തളർത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ആളുകളുടെ മുന്നിൽ വെച്ച് ഭാര്യയാണ് എന്ന് പറഞ്ഞതും റിസപ്ഷനും അഭിമുഖങ്ങളും നടത്തിയതുമൊക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ അത് ഒരു സംഭവിച്ച കാര്യങ്ങളാണ്. എല്ലാവരും അതിന് ദൃക്സാക്ഷികളാണ്. സോഷ്യൽ മീഡിയ വെറുതെ ആണല്ലോ, ഓരോ ഹിസ്റ്ററി ഉണ്ടല്ലോ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ ഒരു ഹിസ്റ്ററിയാണ്. ബാലയുടെയും എലിസബത്തിന്റെയും വിവാഹ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ വരുന്നത് അവരുടെ റിസപ്ഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. അതെന്തായാലും ആ തെളിവുകൾ ഒരിക്കലും മുറിച്ചു മാറ്റാൻ കഴിയില്ലല്ലോ.
അത് മാത്രമല്ല ഇതിന്റെ കൂടെ മറ്റൊരു കാര്യവും കൂടി എലിസബത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ മരിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആ വ്യക്തിയാണ്. ഞാൻ മുഖ്യമന്ത്രിക്കും പോലീസിനും ഒക്കെ പരാതി കൊടുത്തിരുന്നു, പക്ഷെ ആരും എന്റെ പരാതി കാര്യമാക്കി എടുക്കുന്നില്ല. ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചിരുന്നു. ഇപ്പോൾ അതിന്റെ അവസ്ഥ എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ല. കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. കുറേ തവണ പ്രതിയും വക്കീലും കോടതിയിൽ വന്നില്ല. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ചോദിച്ചപ്പോൾ വക്കീല് കോടതിയിൽ വന്നപ്പോൾ അയാൾക്ക് തീരെ പണമില്ലാത്ത ആളാണ് എന്നാണ് വക്കീല് കൗണ്ടർ പെറ്റീഷൻ ആയിട്ട് കോടതിയിൽ കൊടുത്തത്. അപ്പോൾ എന്റെ ചോദ്യം, 250 കോടി രൂപ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ബാല തന്നെയാണ് അത് പറഞ്ഞിട്ടില്ല. 250 കോടിയോളം സ്വത്തുക്കളുണ്ട്, അതിന്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷേ ഇതില് എന്നിട്ട് പൈസ ഇല്ല എന്ന് കൗണ്ടർ പെറ്റീഷൻ കൊടുത്ത ബാലയുടെ ആ ഒരു ബുദ്ധി. അത് മാത്രമല്ല, സ്ത്രീകൾ കേസ് കൊടുത്താൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടും എന്നൊക്കെ ആളുകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയയിൽ എല്ലാം വിളിച്ചു പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, കോടതിയിൽ കേസ് കൊടുത്തു, പക്ഷേ എനിക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ആശുപത്രിയിലാണ് കിടക്കുന്നത്. സംശയമുണ്ടെങ്കിൽ ടെസ്റ്റുകളുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം, എന്നിട്ട് നിങ്ങളുടെ സംശയം തീർക്കാം. ഈ ഒരാൾ എന്നെ ചതിച്ചത് കാരണമാണ്. അയാൾ എന്നെ ശാരീരികമായിട്ട് ആ സമയത്ത് തന്നെ പറഞ്ഞു, ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ ഒരാൾ എന്നെ ചതിച്ചത് കാരണമാണെന്നാണ് അതിൽ പറയുന്നത്. അയാൾ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു, മാധ്യമങ്ങൾ അപകീർത്തിപ്പെടുത്തി. അയാൾ മാത്രമല്ല, അയാളുടെ മുഴുവൻ കുടുംബവും ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോയെന്നാണ് എലിസബത്ത് പറയുന്നത്. എങ്ങനെയെങ്കിലും നീതി ലഭിക്കുന്നെങ്കിൽ ലഭിക്കട്ടെ എന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നത്. മാത്രമല്ല, എല്ലാവരും പറയും പെൺകുട്ടികൾക്കാണ് നീതി ലഭിക്കുന്നത്. പക്ഷേ നീതി ലഭിക്കുന്നത് കാശുള്ളവനും വലിയവനുമാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്നാണ് ദയനീയമായി എലിസബത്ത് പറയുന്നത്. കാരണം അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സോഷ്യൽ മീഡിയ ഇത്രയും വെളിപ്പെടുത്തലുകളും രേഖകളും വോയിസ് റെക്കോർഡും വീഡിയോയും എല്ലാം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് എലിസബത്ത്. പക്ഷേ അതിനുള്ള ഒരു നീതി എവിടെ നിന്നും കിട്ടില്ല. പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ പോലീസിനും എല്ലാത്തിനും പരാതി കൊടുത്തിട്ട് പോലും എവിടെ നിന്നും നീതി ലഭ്യമാക്കുന്നില്ല. ഒരു സ്ത്രീ അല്ലേ ഒന്നില്ലെങ്കിലും. അപ്പോൾ ഇത് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എന്താകും എന്നറിയില്ല, ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് പോലും അറിയില്ല. ഇതൊക്കെ എല്ലാവരോടും പറയണമെന്ന് തോന്നി. പറയാതെ മരിച്ചു പോയാൽ അതിൽ കാര്യമില്ല. അപ്പൊ അത്രയും എന്തോ ഒരു അവസ്ഥയിലാണ് എലിസബത്ത് ഇരിക്കുന്നത് നമുക്ക് ഇതിലൂടെ തന്നെ വ്യക്തമാവും. പിന്നെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് എല്ലാം അടങ്ങണം എന്നാണ് എലിസബത്ത് പറയുന്നത്. ഇവിടെ പരാതി കൊടുക്കാൻ നോക്കിയപ്പോഴും എന്തൊക്കെയോ തടസ്സങ്ങൾ പറയുന്നുണ്ട്. ഒരു സ്ത്രീക്ക് നീതി കിട്ടാൻ ഇത്ര പാടാണോ എന്ന് അറിയില്ല. നിങ്ങൾ പറയും, അതൊരു കല്യാണമായി നടത്തിയതല്ലേ? ഇൻവിറ്റേഷൻസ് കാർഡ് വരെ അച്ചടിച്ച ഒരു കാര്യമല്ലേ? സത്യമല്ലേ? ശരിയാണ്. അത് മാത്രമല്ല, ഭാര്യ എന്ന് എല്ലാവരുടെയും മുന്നിൽ എന്നെ കൊണ്ടു നിർത്തി പറഞ്ഞതാണ്. എന്നിട്ട് എന്നോട് കാണിക്കുന്നത് ഇത് പറ്റിക്കലല്ലേ, അതിന് കേസ് കൊടുക്കേണ്ടതല്ലേ? എന്നിട്ടും ഇനി എന്ത് സംഭവിക്കും എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാകുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം പറയണമെന്ന് എനിക്ക് തോന്നി. രണ്ടുപേർക്കും ഓർഡർ വന്നിട്ടുണ്ട്, ഇരുവരുടെയും കാര്യത്തിൽ ഇടപെടാൻ പാടില്ല, വീഡിയോ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നിട്ടും അയാൾ പങ്കുവച്ച അവസാന വീഡിയോ എന്നെ ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു എന്നാണ് എലിസബത്ത് പറയുന്നത്. പല പേരുകൾ പറഞ്ഞ് പോസ്റ്റ് ചെയ്യും, അത് ഡോക്ടറെ അല്ല ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പോലീസിനോട് പറയാം. അത് മാത്രമല്ല, ഇവിടെ അടുത്ത് നമ്മുടെ ഒരു വിമാനാപകടം നടന്ന സമയത്ത് എലിസബത്തിനെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ബാല പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വലിയ രീതിയിൽ ബാലയ്ക്ക് പ്രശംസ നേടിക്കൊടുത്ത ഒരു വീഡിയോ കൂടിയായിരുന്നു, ഒരു പോസ്റ്റ് കൂടിയായിരുന്നു അത്. പക്ഷെ അതിന് പിന്നാലെ എന്തൊക്കെ വീഡിയോ ആണ്, അതിനിപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, പോലീസും ഒന്നും ഈ ഒരു സംഭവമായി ഇത്രയും ഭീഷണിപ്പെടുത്തിയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടും പോലീസും കേസൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഞാനും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നാണ് പറയുന്നത്. ഞാൻ നീതിക്ക് വേണ്ടി പരമാവധി പോരാടി. ഇതോടുകൂടി എല്ലാം അവസാനിക്കുമോ എന്നറിയില്ല. മാസത്തിൽ 2 തവണ വക്കീലിന് പണം കൊടുത്ത് കേസിന് ഹാജരായി തനിക്ക് മതിയായി എന്ന് പറയുന്നത്. കാരണം എത്രത്തോളമാണ് ഒരു കേസിന്റെ പേരിൽ ഇങ്ങനെ ഒരു കയറി ഇറങ്ങുന്നത്? ആർക്കായാലും മടുക്കില്ലേ? അപ്പൊ കേസ് കൊടുത്തത് അബദ്ധമായി പോയെന്ന് ഇപ്പോൾ തോന്നുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇത്രയൊക്കെ ഒരു പെണ്ണ് കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും ചെവിക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിച്ചാലെങ്കിലും ഇവിടുത്തെ സിസ്റ്റം മാറുമോ എന്ന് നോക്കാം എന്നാണ് പറയുന്നത്. പല തെളിവുകളും തുറന്നു പറഞ്ഞു, കേസ് കൊടുത്തിട്ടും ഒന്നും സംഭവിച്ചില്ല. എനിക്ക് ഇതുവരെ സ്നേഹവും പിന്തുണയും തന്ന എല്ലാവരോടും നന്ദിയുണ്ട് എന്നായിരുന്നു എലിസബത്ത് ആ വീഡിയോയിൽ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ എലിസബത്തിന്റെ ആ ഒരു ദയനീയ അവസ്ഥ എലിസബത്ത് പറഞ്ഞ ഓരോ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാവുന്നുണ്ട്. കാരണം എന്താണോ ആ ഇത്രയും നാളുകളായിട്ട് എലിസബത്ത് അനുഭവിച്ചുകൊണ്ടിരുന്നത്, പല ദിവസങ്ങളായിട്ട് എലിസബത്തിന്റെ വീഡിയോ ഒന്നും പ്രേക്ഷകർ കണ്ടിരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് എലിസബത്ത് എവിടെ പോയി എന്നുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസവും ബാലയ്ക്കെതിരെ പല തെളിവുകളും പുറത്തുവിട്ടിരുന്ന എലിസബത്ത് പിന്നീട് പുതിയ വീഡിയോകളും കാര്യങ്ങളൊന്നും പങ്കുവെക്കാതെയായി. അപ്പോൾ പല ഓരോ ദിവസവും ഓരോ ന്യൂസ് വരുന്നത് കൊണ്ട് തന്നെ അത് ചിലപ്പോൾ മുങ്ങി പോവാറുണ്ട്. പക്ഷെ പലപ്പോഴും പ്രേക്ഷകർ അത് മറന്നിട്ടില്ലായിരുന്നു. പ്രേക്ഷകർ എവിടെയാണ് എലിസബത്ത് എന്ന് ചോദിച്ച് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് തന്നെ ഇട്ടിരുന്നു. അങ്ങനെ ഈ ഒരു കഴിഞ്ഞ വിമാനാപകടത്തിന്റെ ആ സമയത്തായിരുന്നു എലിസബത്തിനെ എല്ലാവരും
സംസാരിക്കുന്നത്, അവിടുത്തെ കാര്യങ്ങളൊക്കെ എലിസബത്ത് ആയിരുന്നു പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എലിസബത്തിന് എന്ത് പറ്റി എന്നുള്ള ചോദ്യചിഹ്നത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു ആശുപത്രിയിൽ ട്യൂബൊക്കെ ഇട്ട് നിൽക്കുന്ന എലിസബത്തിനെ കാണുന്ന സമയത്ത് വളരെ വിഷമകരമായിട്ട്. അത് മാത്രമല്ല ഈ ഒരു വീഡിയോ പങ്കുവെച്ചപ്പോൾ ഒരുപാട് പേര് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തവരുമുണ്ട്, ഒരുപാട് പേര് എലിസബത്തിനെ വിമർശിച്ചവരുമുണ്ട്. എലിസബത്ത് ഈ ഒരു ബാലയുടെ പേരും പറഞ്ഞ് ആത്മഹത്യ ചെയ്തതാണോ എന്ന് വരെ ചോദിച്ചത്, ആ ഒരു ചോദ്യം വരെ ഉയർത്തിയവരും ഉണ്ട്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. പുതിയ വെളിപ്പെടുത്തൽ ഉടനെ തന്നെ ഉണ്ടാവുമെന്നാണ്. എന്തായാലും എലിസബത്തിന്റെ ആരോഗ്യനില വീണ്ടും എലിസബത്ത് മുന്നോട്ട് വരട്ടെ, പെട്ടെന്ന് തന്നെ അസുഖം ഭേദമാവട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിന്റെ പൂർണ്ണ കാര്യങ്ങളും വിശദീകരണങ്ങളും നമുക്ക് വിശദീകരിക്കാം. നന്ദി. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.